ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഒരു ധ്യാനകേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുവാനായിട്ട് ചെന്നതാണ്. ആ ധ്യാനകേന്ദ്രത്തിൽ ഏകദേശം 1000-ഓളം ദമ്പതികൾ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ ധ്യാനിക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എത്രയോ ദമ്പതികളാണ് മക്കളില്ലാതെ വിഷമിക്കുന്നത്. എന്നാൽ ദൈവം മക്കളെ നൽകിയിട്ട് ആ മക്കളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുവാനോ വേണ്ട വിധത്തിൽ പരിശീലിപ്പിക്കുവാനോ നമുക്ക് സാധിക്കാറുണ്ടോ? മക്കളില്ലാത്ത അനേക ദമ്പതികളുള്ള ഈ ലോകത്തിൽ ദൈവം നമുക്ക് സമ്മാനമായി ഉദരഫലം നൽകിയിട്ട് ആ കുഞ്ഞുങ്ങളോട് വേണ്ട വിധത്തിൽ കാരുണ്യം കാണിക്കുവാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരാട്, ആ ആട് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ വഴിതെറ്റി സഞ്ചരിക്കുന്ന ആടാണ്. കുറേ നേരം നടന്നപ്പോൾ വെള്ളത്തിന് വേണ്ടി ആടിൻ്റെ ഉള്ളിൽ ദാഹമുണ്ടായി. വെള്ളമന്വേഷിച്ച് ആട് മുന്നോട്ട് പോവുകയാണ്. ഏറെ ദൂരം നടന്നപ്പോൾ ആടിൻ്റെ ഉള്ളിൽ പ്രത്യാശയുടെ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. ആടൊരു പൈപ്പിൻ ചുവട്ടിലെത്തുകയാണ്. പൈപ്പ് കണ്ടപ്പോൾ ആടിൻ്റെ ഉള്ളിൽ സന്തോഷമായി. പൈപ്പുണ്ടല്ലോ. ആട് പൈപ്പിൻ ചുവട്ടിലേക്ക് വെള്ളം കുടിക്കുവാനുള്ള പ്രതീക്ഷയോടെ ചെന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആടവിടെ നേരിട്ട പ്രതിസന്ധി എന്താ? പൈപ്പുണ്ട്, പൈപ്പിൽ വെള്ളവുമുണ്ട്, പക്ഷേ ആടിന് വെള്ളം കൊടുക്കുവാൻ അവിടെ ആരുമില്ല. തനിക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടത്തില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ആട് പൈപ്പിൻ ചൂട് വിട്ട് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. ഏറെ ദൂരം നടന്നപ്പോൾ പ്രത്യാശയുടെ ഒരനുഭവം. ആട് ഒരു കിണറ്റിൻകരയിലെത്തുകയാണ്. കിണറുണ്ട്, കിണറ്റിൽ വെള്ളവുമുണ്ട്. പഴയ പ്രശ്നം തന്നെയാണ് അവിടെയും ആവർത്തിക്കുന്നത്. ആടിന് വെള്ളം കൊടുക്കുവാനായിട്ട് ആരുമില്ല. ഏറെ നേരം ആട് ആ കിണറ്റിൻകരയിൽ നിന്ന് കാണും. പക്ഷേ ആടിന് വെള്ളം കുടിക്കുവാനായിട്ട് സാധിച്ചില്ല. ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലും ആട് മുന്നോട്ട് നീങ്ങുകയാണ്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരോടയുടെ സമീപത്താണ്. ഫാക്ടറിയിൽ നിന്നൊഴുകുന്ന മലിനജലം, ദാഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആട് ഓടയിൽ നിന്നൊഴുകുന്ന ആ മലിനജലം കുടിക്കുന്നു. മാത്രമല്ല, അവിടുന്ന് കരകയറുമ്പോഴേക്കും ആട് വേച്ച് വീഴുകയാണ്. ആട് ചാവുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ആടിൻ്റെ കഥയല്ല, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിൻ്റെ വെള്ളം കൊടുക്കാൻ വിളിക്കപ്പെട്ട മാതാപിതാക്കന്മാർ മറ്റ് പലതിൻ്റെയും പുറകെ ഓടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കുട്ടികൾ പിന്നീട് ശ്രദ്ധിക്കുന്നത് അധ്യാപകരെയാണ്. ഒരു കുഞ്ഞിനെ പോലും അപ്പനും അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 50 കുട്ടികളെ എങ്ങനെയാണ് അധ്യാപകർക്ക് നോക്കുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, വെള്ളം പ്രതീക്ഷിച്ചിട്ട് വെള്ളം കിട്ടാതെ ഈ ആടിനെ കണക്ക് കുഞ്ഞുങ്ങൾ ലോകം വെച്ച് നീട്ടുന്ന നൈമേഷികതയുടെ അപ്പത്തുട്ടുകൾക്ക് പിന്നാലെ പരക്കം പായുകയാണ്. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ കാണേണ്ടവർ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ടവർ അവരെ മനസ്സിലാക്കുകയോ സ്നേഹിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കാത്തവനാണ് ദൈവം. എന്നിട്ട് സംഭവിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങൾക്ക് കാവലാളായി മാറേണ്ട മാതാപിതാക്കന്മാർ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അപ്രധാനമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിസ്മരിക്കുന്നതിനാൽ അനേകം കുഞ്ഞുങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ
മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വാക്യം 4 പറയുന്നുണ്ട്, പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ കുട്ടികളിൽ കോപമുള്ളവാക്കരുത്. കുട്ടികൾക്ക് കോപമുണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റം മുതിർന്നവരിൽ നിന്ന് ഉണ്ടാകരുത്. എന്നിട്ടും പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് ചിരിക്കുന്നത് കാണാൻ പലർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അമ്മ എടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം പിടിച്ചു വാങ്ങുകയാണ്. അമ്മ എടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം പിടിച്ചു വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ ശ്രദ്ധ ഈ കുഞ്ഞ് കരയുന്നുണ്ടോ എന്നതാണ്. കുട്ടി കരയുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? കുട്ടിയുടെ തലയിലിരിക്കുന്ന ക്ലിപ്പ് വലിച്ചൂരി. വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കുഞ്ഞ് കരയുന്നുണ്ടോ? കുട്ടി കരയുന്നില്ല. അവസാനം കുഞ്ഞിനെ പിടിച്ചൊന്ന് പിച്ചുമ്പോൾ, കുട്ടിയെ ഒന്ന് വേദനിപ്പിക്കുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. ബാക്കിയുള്ളവർക്ക് സമാധാനമായി. അമ്മ എടുത്തിരിക്കുന്ന കുഞ്ഞിനെ സന്തോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ കുട്ടികൾക്ക് കോപമുണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റം നമ്മുടെ അശ്രദ്ധ കൊണ്ട് മുതിർന്നവരിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മുറിവുണക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കന്മാർ. എന്നാൽ ഒത്തിരി കുട്ടികളുടെ അനുഭവം എന്താ? മുറിവുണക്കാൻ വിളിക്കപ്പെട്ടവർ തന്നെ കുഞ്ഞുങ്ങളുടെ മുറിവിന് കാരണമായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. മോനെ എന്ന് വിളിക്കേണ്ടവർ, സ്നേഹം കൊടുക്കേണ്ടവർ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. പകരം കിട്ടുന്നതെന്താ? വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? പല കുഞ്ഞുങ്ങളുടെയും മനസ്സ് ഒരുപാട് വൈകാരിക മുറിവുകൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ മുറിവുണക്കുക എന്ന ദൗത്യമാണ്. 5 വയസ്സുകാരനും ഒരു അഭിമാനമുണ്ട്. ഈ അഭിമാനത്തെ വ്രണപ്പെടുമ്പോൾ കുട്ടി ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുക? വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി നടന്നൊരു ധ്യാനം. ആ ധ്യാനത്തിൽ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു മരച്ചുവട്ടിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഭാഗ്യം കൊണ്ട് പ്രഭാഷകൻ ആ കുഞ്ഞിൻ്റെ കല്ലേറ് കൊണ്ടില്ല. എന്താണ് സംഭവിച്ചത്? പ്രസംഗിക്കുന്ന വ്യക്തി ഒരു കഥ പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതൊന്നും കൊച്ചിന് പ്രശ്നമല്ല. 1-ാം ക്ലാസ്സുകാരൻ എന്തിനാണ് അവൻ്റെ കയ്യിൽ കല്ലെടുത്തത്? സാറ് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേരും അവൻ്റെ പേരും ഒന്നാണ്. കുറേ നേരമായി തൻ്റെ പേര് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അത് കേട്ട് ചുറ്റുമുള്ളവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞ് അതിനോട് പ്രതികരിച്ചത് താഴെ കിടക്കുന്ന കല്ല് എറിയുവാനായിട്ട് എടുത്തുകൊണ്ടാണ്. ഈ 1-ാം ക്ലാസ്സുകാരന് പോലും ഒരു അഭിമാനമുണ്ട്. അഭിമാനം വ്രണപ്പെട്ടപ്പോൾ അവൻ കല്ലെടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് മുറിവുണ്ടാകുന്ന, അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു പെരുമാറ്റം മുതിർന്നവരിൽ നിന്നുണ്ടാകരുതെന്ന് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ വാക്യം 6, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ വരുത്തുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ കല്ല് കെട്ടി കടലിൽ എറിയുന്നതാണ്. ഒരിക്കൽ പോലും കുട്ടികൾക്ക് പ്രകോപനമുണ്ടാകുന്ന തരത്തിൽ, ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റം മുതിർന്നവരിൽ നിന്ന് ഉണ്ടാകരുത്. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയാകാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കന്മാരും മുതിർന്നവരും. നമ്മുടെ വാക്കും നോട്ടവും സംസാരവും പെരുമാറ്റവുമെല്ലാം കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയ്ക്ക് കാരണമായി മാറണം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കളികൾ, ഒന്നാമത്തെ കളി എന്ന് പറയുന്നത് കഞ്ഞിയും കൂട്ടാനും വെച്ചുള്ള കളിയാണ്. എന്ന് പറഞ്ഞാൽ അമ്മ അടുക്കളയിൽ ചെയ്യുന്നത് കൊച്ച് ഭവനത്തിൽ ആവർത്തിക്കുകയാണ്. അത് കുട്ടിക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അമ്മ പറഞ്ഞിട്ടാണോ കൊച്ചങ്ങനെ ചെയ്യുന്നത്? അമ്മയെ കണ്ടുകൊണ്ട് കൊച്ചു പഠിക്കുകയാണ്. വീണ്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? കൊച്ച് രണ്ടാമത്തെ കളി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളിക്കുന്ന കളിയാണ്.
ടീച്ചർ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തോർത്തെടുത്ത് തോളിലിടും. എന്നിട്ട് എന്തു ചെയ്യും? ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു ഈർക്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മരത്തോട് പറയും, പഠിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. അധ്യാപകർ പറഞ്ഞു കൊടുത്തിട്ടാണ് കൊച്ചു ഇത് ചെയ്യുന്നത്. കൊച്ച് മാതാപിതാക്കന്മാരെ കണ്ടപ്പോൾ അവരെ പോലെയായി മാറുവാൻ ശ്രമിക്കുകയാണ്. ഗുരുക്കന്മാരെ കണ്ടപ്പോൾ അവരെ പോലെയായി മാറുവാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും പറയാറുണ്ടല്ലോ കുഞ്ഞുങ്ങളോട്, നിങ്ങൾ അവരെ കണ്ട് പഠിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുട്ടികൾ ആരെ കണ്ടാണ് പഠിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മത്തായി 11-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കുവിൻ. കുഞ്ഞുങ്ങൾ യേശുവിനെ കണ്ട് പഠിക്കുവാനുള്ള ഒരു പരിശീലനമാണ് മാതാപിതാക്കന്മാർ മക്കൾക്ക് കൊടുക്കേണ്ടത്. ലോകത്തിൽ ആരെ കണ്ടുപിടിച്ചാലും അതിൻ്റെതായ ഇടർച്ചകളും വീഴ്ചകളും കുറവുകളുമൊക്കെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ഉപദേശത്തെക്കാളുപരി കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ എന്ത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ല അവർ നോക്കുന്നത്, നമ്മുടെ ജീവിതം. കുട്ടികൾ എന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ അതായി തീരുവാനായിട്ട് ശ്രമിക്കണം. ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാ? ഒരു കുഞ്ഞിനെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ സാധിക്കുന്നത് എപ്പോഴാ? ആ കുഞ്ഞിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ. യേശു ഒരിക്കൽ പറഞ്ഞു, ഈ ശിശുക്കളെ പോലെ ചെറുതാകുന്നില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ലെന്ന്. ഒരു കുഞ്ഞിനെ പോലെ ഹൃദയലാളിത്യവും വിശുദ്ധിയുമൊക്കെ മുതിർന്നവർ സ്വന്തമാക്കിയാലാണ് അവർ സ്വർഗത്തിൽ കയറുകയുള്ളൂ എന്ന് യേശു പറഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് പോലും ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യതയുണ്ടോ? അത്രമാത്രം വിശുദ്ധിയും ഹൃദയ നൈർമല്യമൊക്കെയുള്ള ആ കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഒരിക്കൽ പോലും അവർക്ക് ദുർമാതൃകയ്ക്ക് കാരണമായി മാറരുത്. നല്ലൊരു മോഡലായി തീരണം, നല്ലൊരു മാതൃകയായി തീരണം. ഒരിക്കൽ ഒരു മതാധ്യാപിക നന്നായിട്ട് വസ്ത്രം ധരിച്ച് വരാത്ത, കാറ്റഗിസം ക്ലാസ്സിൽ നല്ല വസ്ത്രധാരണം നടത്താത്ത ഒരു കുട്ടിയോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. അതുകൊണ്ട് മോള് അടുത്ത ഞായറാഴ്ച നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം. ഈ കുട്ടി പിറ്റേ ആഴ്ച മറ്റൊരു വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അതും ഒരുപാട് അസ്വസ്ഥതകൾ, ആ വസ്ത്രവും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്ന തരത്തിലുള്ള വസ്ത്രമാണ്. അവസാനം ക്ലാസ് ടീച്ചർ പറഞ്ഞു, മോളെ, നീ നിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരിക. അമ്മ വന്നപ്പോൾ ടീച്ചർ ഓടി ഒളിച്ചെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആ കൊച്ചിനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കന്മാർ എന്തു ചെയ്യുന്നു അത് തന്നെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യമേ നമ്മൾ മാറുവാനായിട്ട് തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവവചനം പറയുന്നുണ്ട്, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലെ വാക്യം 6, ശൈശവത്തിലെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലെത്തിയാലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുഞ്ഞുങ്ങളുടെ പരിശീലനം എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിലുള്ള പരിശീലനമാണ്. ശൈശവ, ബാല്യ, കൗമാര കാലഘട്ടങ്ങൾ, ഈ കാലഘട്ടങ്ങളിൽ പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലെത്തിയാലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ നാമൊക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട്. ഒരു തുമ്പിയെ പിടിച്ച് കൈക്കുള്ളിലാക്കിയിട്ട് കാണുന്നവരോടൊക്കെ നാം ചോദിക്കും, ഇത് ചത്തതാണോ ജീവനുള്ളതാണോ? എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? നാം പറയുകയാണ്, ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അവരെ കൈ ഒന്ന് അമർത്തും, എന്നിട്ട് പറയും ദേ ചത്തതാണ്. എന്നാൽ അത് ചത്തതാണെന്ന് പറഞ്ഞാൽ ജീവനോടെ കാണിക്കും, എന്നിട്ട് പറയും ദേ ജീവനുള്ളതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഉത്തരം പറയേണ്ടത് കേൾക്കുന്നവരല്ല, ആരുടെ കയ്യിലിരിക്കുന്നുവോ അവർ ഉത്തരം പറയണം. നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഒരു വിശുദ്ധനാകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി മാറും. നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മദർ തെരേസയെ പോലെ വിശുദ്ധരായി മാറും.
നമുക്ക് തീരുമാനമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നതിന് നമ്മൾ തന്നെ കാരണക്കാരായി മാറും. അതുകൊണ്ട് നമ്മുടെ പരിശീലനം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലുമൊക്കെ നമ്മൾ പരിശീലിപ്പിക്കണം. പലരും ഭൗതികതയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിശീലനങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എന്നാൽ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ പരിശീലനം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ്. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മക്കളെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മക്കളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവഭക്തിയിൽ വളരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഈ വിശ്വാസ പരിശീലനം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് ആ കുഞ്ഞുങ്ങളുടെ ദൈവ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പുത്തൻ അനുഭവമായി അത് മാറുമെന്നതിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വാസം കൊടുക്കുവാനായിട്ട് സാധിക്കണം. മാത്രമല്ല, വിശുദ്ധിയുടെ ഒരു പരിശീലനം മാതാപിതാക്കന്മാർ മക്കൾക്ക് കൊടുക്കണം. വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട്, കുഞ്ഞുങ്ങളെ ദൈവാനുഭവത്തിലും വിശുദ്ധിയിലും വളർത്തുവാനായിട്ട് മാതാപിതാക്കന്മാർ ശ്രമിക്കണം. എങ്ങനെയാണ് വിശുദ്ധിയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പം മുതലേ വിശുദ്ധി പരിശീലിപ്പിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ അത് കുഞ്ഞുങ്ങൾ വിശുദ്ധരാകുന്നതിന് കാരണമായി മാറും. ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ സൂസന്നയെ 2 വ്യക്തികൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ തെറ്റ് ചെയ്യാതിരുന്നത്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ ന്യായപ്രമാണം അവർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിലെ നീതിനിഷ്ഠരായ മാതാപിതാക്കന്മാർ മക്കളെ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ സംഭവിച്ചതെന്താ? പ്രലോഭനങ്ങളിൽ പോലും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സൂസന്നയ്ക്ക് സാധിച്ചു. ഒരിക്കൽ ആഗ്നസ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവൾ തിന്മയുടെ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആ മാതൃഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ആഗ്നസ്, നീ പോയി 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവരിക. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആപ്പിൾ വാങ്ങുവാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞതിന് പ്രകാരം ആ ആപ്പിളിനോടൊപ്പം ഒരു ചീഞ്ഞ ആപ്പിളും അവളുടെ കൈവശമുണ്ട്. അമ്മ പറഞ്ഞു, മോളെ, ഇപ്പോൾ നീ അതെടുക്കേണ്ട, ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആഗ്നസിനെ വിളിച്ചിട്ട് അമ്മ പറയുന്നുണ്ട്, ആഗ്നസ്, നീ ആപ്പിൾ കൊട്ട കൊണ്ടുവരിക. ആപ്പിൾ കൊട്ട കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ആ കൊട്ടയിലുള്ള മുഴുവൻ ആപ്പിളും ചീഞ്ഞിരിക്കുന്നു. അമ്മ കൊച്ചാഗ്നസിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആഗ്നസ്, കണ്ടില്ലേ, ഈ ഒറ്റ ചീഞ്ഞാപ്പിള് ഈ കൊട്ടയിലുള്ള മുഴുവൻ ആപ്പിളിനെയും ചീച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ പോകുന്ന കൂട്ടുകെട്ട് അത് നിന്നെ ഏതവസ്ഥയിലെത്തിക്കും? അന്ന് അവളുടെ അമ്മ പറഞ്ഞ നിർദ്ദേശം, പ്രിയപ്പെട്ടവരെ, മരണം വരെ പാലിക്കുവാനായിട്ട് ആഗ്നസിന് സാധിച്ചു. ആ ആഗ്നസാണ് നമ്മുടെ ഇന്നത്തെ വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയുടെ ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാർ കൊടുത്ത നല്ല നിക്ഷേപങ്ങളാണ് മദർ തെരേസയിൽ നിന്ന് വലിയൊരു വിശുദ്ധ ഉയർന്നു വരുവാനായിട്ട് കാരണമായി മാറിയത്. നമുക്കറിയാം, മാർപ്പാപ്പ മരിയ ഗൊരേത്തിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരമ്മയുടെ പാദം ചുംബിച്ചു. ഏതമ്മയുടെ പാദമാണ് ചുംബിച്ചത്? മരിയ ഗൊരേത്തിയുടെ അമ്മയായ അസൂന്താമ്മയുടെ പാദമാണ്. കാരണം തൻ്റെ കുഞ്ഞ് വിശുദ്ധയായി മാറുവാനായിട്ട് ആ അമ്മ കാരണക്കാരിയായി മാറി. മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുകയില്ല എന്ന ആ ദൃഢമായ തീരുമാനമാണ് മരിയ ഗൊരേത്തിയെ വിശുദ്ധിയുടെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താ? കുഞ്ഞ് വിശുദ്ധയായി മാറിയപ്പോൾ അസൂന്താമയും അനേകരുടെ മുമ്പിൽ ദൈവാനുഭവത്തിൽ വളർത്തിയ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മാറിയതിലുള്ള സന്തോഷം അനുഭവിച്ചു. മാതാപിതാക്കന്മാരായ നമുക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകണം. ഇന്ന് പലപ്പോഴും ലോകത്തിൽ സംഭവിക്കുന്നത് എന്താ? എത്രയോ കുട്ടികളാണ് വഴിതെറ്റിപ്പോകുന്നത്. ഒരിക്കലൊരു അമ്മ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ, നിന്റെ ശരീരം ദേവാലയമാണ്. ഈ ശരീരത്തെ തെറ്റായ രീതിയിൽ തൊടുവാനായിട്ട് നീ ആരെയും അനുവദിക്കരുത്. ഇവള് അടുത്ത വീട്ടിൽ TV കാണുവാൻ, പുസ്തകം കൊടുക്കുവാനുമൊക്കെ പോയപ്പോൾ അടുത്ത വീട്ടിലെ വ്യക്തിയിൽ നിന്ന്
ഒരു ദുരനുഭവം ആ കുട്ടിക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞത് ഓർത്തുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ അവൾ അവിടുന്ന് ഓടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. എന്താ സംഭവിച്ചത്? അമ്മ നേരത്തെ തന്നെ താക്കീത് കൊടുത്തത് കൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ വീഴുന്നതിന് മുമ്പ് കുഞ്ഞിനെ ദൈവം രക്ഷിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, ആരൊക്കെയാണ് കൂട്ടുകാര്, പള്ളിയിൽ പോയാൽ അകത്തേക്ക് കയറുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിലാണോ വളർന്നു വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരായി മാറണം. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മാധ്യമ പരിശീലനം കൊടുക്കണം. കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കുഞ്ഞുങ്ങൾ വായിക്കുന്നത്? എങ്ങനെയുള്ള സിനിമകളാണ് കുട്ടികൾ കാണുന്നത്? ടി വിയിൽ അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ മാതാപിതാക്കന്മാർക്കൊരു വ്യക്തതയുണ്ടാകണം. മാത്രമല്ല, കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ശൈശവത്തിലെ, ചെറുപ്പത്തിലെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോ കുഞ്ഞിലും ഒരു വിശുദ്ധൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിശുദ്ധനെ പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തമാണ് ദൈവം മാതാപിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കി മാറ്റുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ദൈവം നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ചെറുപ്പത്തിലെ തന്നെ നല്ല പരിശീലനങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലൊരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് ഉപദേശിക്കുവാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗുരുവിൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട്, ഗുരു, ഈ കുഞ്ഞിന് ഒരു ദുസ്വഭാവമുണ്ട്, ഈ കുഞ്ഞ് ശർക്കര തിന്നുന്നു, ഒന്ന് ഉപദേശിക്കണം. ഗുരു പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു വരിക, ഞാൻ ഈ കുഞ്ഞിനെ ഉപദേശിക്കാം. 2 ആഴ്ച കഴിഞ്ഞ് അമ്മ കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ ഗുരു കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് ശർക്കര തിന്നരുത് എന്ന് ഉപദേശിക്കുകയാണ്. പെട്ടെന്ന് അമ്മ ചോദിച്ചു, ഇത് പറയാനാണോ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത്? ഇത് അന്ന് തന്നെ പറഞ്ഞാൽ പോരെ? ഗുരു അമ്മയോട് പറയുന്നുണ്ട്, ശർക്കര തിന്നുന്നൊരു സ്വഭാവം എനിക്കുമുണ്ട്. ഈ സ്വഭാവം എനിക്കുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഉപദേശിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളിലൊക്കെ മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം തന്ന വിലപ്പെട്ട രത്നങ്ങളാണ് കുഞ്ഞുങ്ങൾ. ദൈവം തന്ന വിലപ്പെട്ട ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെടാൻ ഇടവരരുത്. മത്തായി 18:14, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നൽകിയ മക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ദൈവാനുഭവത്തിലും വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.